ഹലോ, അപ്പൊ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവാണേ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ കല്യാണമായിരുന്നു ഇന്നു. അതായത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നായിരുന്നു കല്യാണം. ഞാൻ വീഡിയോ ഇടുന്ന ഇന്നാണെന്ന് മാത്രം. അപ്പൊ നമ്മളെല്ലാവർക്കും നടന്നു പോകാനുള്ള ദൂരമുള്ളായിരുന്നു അമ്പലത്തിലേക്ക്. തൊട്ടടുത്ത അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. അമ്മയും ഞാനും പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ ആന്റിമാരൊക്കെ ആയിട്ട് നടന്നു പോവാണ് കേട്ടോ. തമ്പുരുവും ദൈവവും കൂടെ ഫ്രണ്ടിൽ ഓടുന്നുണ്ട്. കാരണം വഴിയേറെ അടുത്തല്ലേ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വേണ്ട ചെറുക്കൻ കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അവരെ സ്വീകരിക്കുന്ന പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നലിച്ച് വെള്ളം കുടിക്കണമെന്ന് ഇങ്ങനെ വെമ്പി വെമ്പി വന്നതാണ് കേട്ടോ. പക്ഷെ വെള്ളം അവിടെ വെൽക്കം ഡ്രിങ്ക് ഒന്നും അവിടെ കണ്ടില്ല. പക്ഷെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണാത്തതിന്റെ കുഴപ്പമായിരുന്നു. പിന്നെ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുടിച്ചു. പിന്നെ തമ്പുരുവിന് അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് പിന്നെ അവരുടെ കൂടെ ജോയിൻ ചെയ്തു കേട്ടോ. പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ അടുത്ത് ആ ഒരു ഡെക്കറേഷനും സ്റ്റേജും ഒക്കെ ഇത് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചെറുക്കന്റെ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുറെ നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മുല്ലപ്പൂവിനകത്ത് ഈ താമരമുട്ട ഇങ്ങനെ കോർത്തിട്ടേക്കുന്നില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കുഞ്ഞമ്പലത്തിൽ ഇത്രയും വലിയൊരു ഡെക്കറേഷൻ ഞാൻ ആദ്യമായിട്ടോ സത്യം പറഞ്ഞാൽ കാണുന്നത്. കുറച്ച് വലിയ ഓഡിറ്റോറിയത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതേ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലാണ് അതാണ്ട് ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ ഫോട്ടോ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് തണ്ണിമത്തനകത്ത് കേട്ടോ. അതെനിക്ക് നല്ലൊരു ആദ്യമായിട്ടാണ് കാണുന്നത്, ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ കൂളർ നാല് സൈഡിലും വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒന്നും കാറ്റടിക്കുന്നില്ല, നല്ല ചൂടായിരുന്നു. അപ്പൊ അതേ ചെറുക്കനും പെണ്ണും ഒക്കെ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങായിരുന്നു. ഇതാണ് പെണ്ണ് സൂര്യ, ആള് നേഴ്സാണ്. അപ്പൊ അതേ പെണ്ണിന്റെ അച്ഛൻ, ചെറുക്കൻ താണ്ടിയതാണ് സഞ്ജയ്. അപ്പൊ കല്യാണമൊക്കെ അവിടെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ചടങ്ങും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ അത് കല്യാണമൊക്കെ കഴിഞ്ഞു, അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവരിതേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ തമ്പുരൂട്ടി പോയി ദേവൂട്ടനും അവക്കും കൂടെ വേണ്ടിയിട്ട് റോസാപ്പൂ ഒക്കെ എവിടുന്നോ ഡെക്കറേഷനിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് വന്നു കേട്ടോ. അപ്പം അതുമൊക്കെ കൊണ്ട് അവര് കുറച്ചു നേരം ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഞാൻ പിന്നെ ഇതേ ഇരുന്ന് വിയർത്തു കുളിക്കുകയാണ് കേട്ടോ. അപ്പം ദേവൂട്ടനെ ഞാനും അമ്മയും കൂടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് നടുക്ക്. അവനെ വിട്ടാൽ ശരിയാവത്തില്ല, അവൻ ഇവിടെ എല്ലാം ഓടി നടക്കും. തമ്പുരുവാണെങ്കിൽ പിന്നെ അത്ര കുഴപ്പമില്ല, അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളും. അവനെ ഇങ്ങനെ അവിടെ ലോക്ക് ചെയ്ത് ഞങ്ങൾ വെച്ചു. പിന്നെ ഞാൻ ദേവൂട്ടനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പോയി. കെട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേണ്ട ഒരാള് ഉടുത്തൊരുങ്ങി വന്നിട്ടുണ്ട് ഏട്ടൻ. അപ്പൊ ഞങ്ങൾ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പൊ അതേ വന്ന ഉടനെ പിന്നെ ഞങ്ങൾ പോയി ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ പന്തിയിൽ കയറി, എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വീഡിയോ കാര്യമായിട്ട് എടുത്തില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.